ആദ്യത്തെ നാടകത്തിൽ എന്നെ സ്റ്റേജിൽ കൊണ്ടുപോയി കയറ്റുന്നത് തിലകൻ ചേട്ടനാണ്. അപ്പോൾ പിന്നെ പ്രേം നസീറിൻ്റെ ഒക്കെ നമ്മൾ സ്വപ്നം കാണും. മേക്കപ്പ് ആദ്യം ഇട്ടത് തോപ്പിൽ ഫാസിലാണ്. ഞാനെപ്പോഴും ആലോചിക്കും, ഒരു കുടുംബത്തിലെ ഒരു മൂത്ത വ്യക്തിയായിട്ട് നമ്മൾ ജനിക്കരുത്. കാരണം കുറേ ചുമതലകൾ നമ്മുടെ തലയിലിരിക്കും. ഞാൻ നോക്കിയപ്പോണ്ട് ഒരാൾ മുറുക്കി ചുവപ്പിച്ച് തുപ്പിയോ കേട്ടിട്ട് ഒരാൾ വിളിക്കുന്നൊരു പുള്ളി ഇതൊക്കെ ഞാൻ പറഞ്ഞേ അതാണ് അടൂർ ഫാസി. മലയാള സിനിമയിൽ ഇപ്പോൾ കോമഡി അഭിനയിക്കാൻ പെണ്ണുങ്ങളില്ല. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞതുപോലെ അടൂർ ഫാസി ഞാൻ ഇല്ല. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. അനുഗ്രഹീത കലാകാരി ശ്രീലത നമ്പൂതിരിയാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി, ആർദ്രമായ സ്വാഗതം. നമസ്കാരം. എനിക്ക് നമ്മൾ ശ്രീലത നമ്പൂതിരി എന്നാണ് എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ടുള്ളത്. അതെ. പക്ഷെ ചേച്ചിയുടെ യഥാർത്ഥ പേര് അതല്ല, വസന്ത എന്നുള്ളതാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഈ വസന്ത ശ്രീലതയിലേക്ക് മാറിയത്? വസന്ത എൻ്റെ അമ്മ ഇട്ട പേരാണ്. സ്കൂളിൽ ചേർക്കാൻ നേരത്തെ എൻ്റെ അച്ഛൻ്റെ സഹോദരി കുമാരി തങ്കം അവരിട്ട പേരാണ് ശ്രീലത. സ്കൂളിൽ ചേർക്കാനായിട്ട് ചേച്ചി അപ്പോൾ കുമാരി തങ്കമാണ് ചേർക്കുന്നത്? അതെ അല്ലേ? അപ്പോഴാണ് ശ്രീലത. എന്തെങ്കിലും കാരണം പറഞ്ഞു ശ്രീലത ആണ് ചേർക്കാൻ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ വസന്ത എന്നുള്ള പേര് വേണ്ട, നിനക്ക് വേറൊരു പേര് ഞാനിടാന്ന് പറഞ്ഞിട്ടാണ് ശ്രീലത എന്നിട്ട്. പക്ഷേ ഇന്ന് എല്ലാവരും അറിയുന്നത് ആ പേരിലാണ്, ലോകം മുഴുവൻ അറിയുന്നത് ആ പേരിലാണ്. ചേച്ചിയുടെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് വളരെ കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ സഹപ്രവർത്തകർ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ കൂടെയുള്ള എങ്ങനെയായിരുന്നു ഒരു ബാല്യം എന്ന് പറയാമോ? അമ്മ ഇവിടെ മ്യൂസിക് അക്കാഡമി തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് പാസ്സായി, മ്യൂസിക് ടീച്ചറായി. അപ്പം ഞങ്ങൾ 5 പേരാണ്, 4 അനിയന്മാരും ഞാൻ മൂത്ത ആളും. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അച്ഛനൊരു കർക്കശക്കാരനായിരുന്നു. അപ്പം പൂനായിൽ അച്ഛന് ജോലിയുള്ളപ്പോഴേ ഞാൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു ഇതുപോലെ ജോലിയൊക്കെ അമ്മയോട് ഉപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ കൂടെ ചെല്ലണമെന്ന്. അമ്മയ്ക്ക് മനസ്സോടെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി. അപ്പോൾ അങ്ങനെ ജോലി പോയി. പിന്നെ രണ്ടാമത്തെ കുട്ടിയായി. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങ് തിരിച്ചു പോന്നു. പിന്നെ ജോലി പോയതിൻ്റെ ഒരു ദുഃഖം ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ജോലി വീണ്ടും കിട്ടി. പിന്നീട് എനിക്ക് വേണ്ടി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു, എൻ്റെ കൂടെ മദ്രാസിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടികളും, പിന്നെ അച്ഛൻ കുറച്ചൊരു മദ്യപാനി ആയിരുന്നു. അപ്പം ഇവിടെ എല്ലാ വർഷവും 2 മാസം ലീവിന് വരുമ്പം ഇവിടെ പുള്ളിക്കാരൻ ഒരുപാട് കുടിക്കുക, പിന്നെ വീട്ടിനുള്ള ചിലവിനുള്ള കാശൊന്നും തരാതിരിക്കുക. അങ്ങനെയൊക്കെ അമ്മയുടെ ശമ്പളം കൊണ്ട് ഞങ്ങൾ ജീവിക്കുക. വളരെ കഷ്ടപ്പാടായിരുന്നു ജീവിതം. പിന്നെ ഞാനെപ്പോഴും ആലോചിക്കും, ഒരു കുടുംബത്തിലെ ഒരു മൂത്ത വ്യക്തിയായിട്ട് നമ്മൾ ജനിക്കരുത്. കാരണം കുറേ ചുമതലകൾ നമ്മുടെ തലയിലിരിക്കും. പക്ഷേ എന്നാലും എങ്ങനെയൊക്കെയോ അങ്ങനെ ജീവിച്ചു പോയി. ഈ പലചരക്ക് കടയിൽ കടം വരും, അവിടെ വരും, ഇവിടെ വരും. അങ്ങനെ അച്ഛൻ കാശൊന്നും അയച്ചു തരത്തില്ല. ഈ 2 മാസം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മ വിചാരിക്കും ഇങ്ങനെ വെളിയിലെങ്ങും പോയി ഒന്ന് കള്ള് കുടിക്കാതിരിക്കട്ടെ, എന്നാൽ ഇവിടെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാം. ഒരു ഭരണി നിറച്ച് കുറച്ച് കള്ള് വാങ്ങിച്ച് അവിടെ വെച്ചേക്കും. പുള്ളി വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്ക് ആരെങ്കിലും ഇങ്ങനെ ഈ മിലിറ്ററി കഥ കേൾക്കണം. അതെ. അപ്പോൾ അമ്മ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഞാനും സ്കൂളിൽ പോകും. പിന്നെ അപ്പോഴത്തെ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി. കരുവറ്റായിലാണ് 5 വരെ പഠിച്ചത്. അപ്പം ആ സമയത്ത് ഞാൻ വൈകുന്നേരം വരുമ്പോൾ എന്നോട് കഥകൾ കേൾപ്പി എനിക്ക് ബോറടിച്ചു വയ്യ. അത് അമ്മയിലോട്ട് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അമ്മേതാ വന്നോ. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ പിള്ളേർ വളർത്തുന്ന കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് അത്ര ഒന്നുമില്ല, സ്നേഹക്കുറവായിരുന്നു. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അമ്മയ്ക്ക് സ്ഥലം മാറ്റം വരും. കാർത്തികപ്പള്ളി കുറച്ച് നാൾ വന്നു. അപ്പം അങ്ങോട്ട് പോയി. അപ്പം ഈ ഞങ്ങളുടെ ഒരു തറവാട്ടിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയും താമസമുണ്ട്. അവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പം അവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭർത്താവ് കുഴപ്പമായിരുന്നു. കാരണം ഈ അമ്മയുടെ ചേച്ചി ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഭർത്താവിന് ഏതോ ഇവിടേക്കോ ജോലി ഉള്ളുമ്പോൾ അങ്ങോട്ട് കൂടെ പോകാൻ ഇഷ്ടമല്ല. ഈ വീടും നാട്ടുപുറവും ഒക്കെ ജീവിക്കണം. അപ്പോൾ ആ ബന്ധം അങ്ങ് ഇതായിപ്പോയി. അപ്പം അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഓരോ സ്ഥലം മാറ്റം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ അരിപ്പാട്ട് അമ്മയ്ക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് താമസം മാറ്റിയിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ടായി. അപ്പോൾ പിള്ളേരെയൊക്കെ അവിടെ ചേർത്തു. അങ്ങനെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ അമ്മ ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, ക്ലാസിക്കൽ. അപ്പം മാവേലിക്കര വേലുക്കുട്ടി നായരും ഇവരൊക്കെ അമ്മയുടെ മൃദംഗം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കേട്ട് എൻ്റെ മനസ്സിൽ ഒരു ക്ലാസിക്കലിനോടൊരു താല്പര്യം വന്നു. ആദ്യമൊക്കെ ഞാൻ മാത്രം ആയിരുന്ന സമയത്ത് എനിക്കൊരു 5 വയസ്സിന് ശേഷമാണ് എൻ്റെ അനിയൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ എന്നെ കൊണ്ടുപോകും കച്ചേരിക്ക്. അപ്പോൾ പുറകിലിങ്ങനെ
ഇരുത്തിയപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ തോണ്ടും സമയം പോറായില്ലെന്ന്. അങ്ങനെ പിന്നെ കേട്ട് എനിക്ക് പി ലീല ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ പറയും ലീല ചേച്ചിയുടെ ശബ്ദമായിട്ട് എനിക്ക് സാമ്യമുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ക്ലാസിക്കൽ പഠിക്കണം എന്നൊരു തോന്നലും. അപ്പോൾ ഹരിപ്പാട്ട് താമസിച്ചിരുന്നപ്പോൾ ഹരിപ്പാട് ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ അദ്ദേഹം എവിടെ വെച്ചിട്ട് ഒരു പാട്ടിങ്ങനെ കേട്ട പറഞ്ഞു, അപ്പോൾ പാട്ട് പഠിച്ചുകൂടെ എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സപ്തസ്വരങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ പഠിച്ചു. അപ്പം ഈ ഫീസൊക്കെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി. അന്നൊക്കെ 5 രൂപയൊക്കെ ആയി ഫീസ്. 5 രൂപയ്ക്ക് 5000-ൻ്റെ വിലയുണ്ട്. അപ്പം പിന്നെ ഞാനതങ്ങ് നിർത്തി. പിന്നെ ഈ കോളാമ്പി മൈക്കിലും ഇതിലൊക്കെ അന്നത്തെ അങ്ങനെയാണല്ലോ, ഓരോ കല്യാണത്തിലൊക്കെ ഇത് വയ്ക്കുമ്പം നമ്മൾ ആ പാട്ടുകളൊക്കെ കേട്ട് റേഡിയോയിലൊക്കെ കേട്ട് പഠിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു VIP ആയിരുന്നു. പാട്ട് വലിയ പ്രധാനമായിരുന്നു. അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുന്നത്. അതേ സമയത്ത് സ്പോർട്സിനോടും എനിക്ക് താല്പര്യം വന്നു. ഈ സ്പോർട്സിനോട് താല്പര്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ എൻ്റെ അച്ഛനെന്തോ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ തല്ലാനിട്ട് ഓടിച്ചു, പിടി കൊടുത്തില്ല. അപ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ ഓടി ഒരു കവലെ ചെന്ന് തിരിഞ്ഞു വന്നിട്ട് പിടി കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഹാ അച്ഛനെ തോൽപ്പിക്കാൻ ഈ പറ്റി ഓടാൻ പറ്റും സ്പോർട്സ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിലോട്ട് തിരിഞ്ഞു, സ്പോർട്സിലോട്ട്. അപ്പം ഈ ഓട്ടത്തിൻ്റെ ഇതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നിന്നു പോകും. എനിക്ക് ഈ ഇടിയും ഈ വെടിക്കെട്ടൊക്കെ പേടിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് സ്പോർട്സിനൊരു താല്പര്യമുണ്ട്. അപ്പം ഞാൻ ലോങ് ജമ്പിലോട്ട് തിരിഞ്ഞു. അപ്പോൾ അതിന് 3 ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ അതിലോട്ട് തിരിഞ്ഞു. അങ്ങനെ ഞാൻ ആരും എന്നെ പ്രാക്ടീസ് ചെയ്യിക്കാനൊന്നുമില്ലായിരുന്നു. സ്കൂളിലൊരു ഡ്രിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാനും കുറച്ച് സമയം അതൊക്കെ ഉള്ളൂ. പക്ഷേ വീട്ടിൽ വന്ന് ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞ് കാപ്പ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസാണ്. ഞാൻ തന്നെ വരയിട്ടു, ഞാൻ തന്നെ അങ്ങനെ ആയി. ഞാൻ 2 പ്രാവശ്യം ഞാൻ സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ലോങ് ജമ്പിൽ. ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. അപ്പോൾ അമ്മയ്ക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അന്നേ ഞാൻ ഈ മാവിലെന്തെങ്കിലുമൊക്കെ കയറും. പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാലും ഒരു തേങ്ങ ഇല്ലെങ്കിൽ ചെറിയ തെങ്ങ് കയറി തേങ്ങ ഇടുക, മാങ്ങ പറിക്കുക. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇതെന്തോ ഒരു ആണിൻ്റെ ജനനമാണോ, അത് നമ്മളൊരു മെച്യൂർഡ് ആവുന്നത് വരെ സംശയമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ പറമ്പൊക്കെ കിളയ്ക്കുക. ഞാൻ അന്ന് ഒരുപാട് സിനിമ കാണുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും സിനിമ കാണാൻ പോകുമായിരുന്നു. അപ്പം അതിന് കാശുണ്ടാക്കുകയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ പറമ്പുണ്ട്. അപ്പം ആ പറമ്പിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൂന കൂട്ടി വയ്ക്കും, പിന്നെ അത് നിരത്തിയിടുക. അപ്പോൾ അതൊക്കെ ഞാനും ഏറ്റെടുത്തേക്ക് വേറെ ആർക്കും കൊടുക്കരുതെന്നാണ്. കാരണം അവർ അതിൽ നിന്നൊക്കെ ചില്ലറ എന്തെങ്കിലും തരുമ്പം അന്നൊക്കെ 4 എണ്ണം മതി നമുക്ക് സിനിമയ്ക്ക്. അതെ, ഒരു തറ ടിക്കറ്റാണല്ലോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ കൃഷി ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചീര നടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിപ്പോഴും അതെ. അപ്പം ഈ ഓരോ തടവെടുക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത്, സിനിമ കണ്ടിരുന്നത്. അതായത് അമ്മയ്ക്ക് കാശൊന്നും ഇല്ലല്ലോ. അപ്പം അത് നമ്മൾക്ക് കാശില്ലായിരുന്നെങ്കിലും ഒരു സമ്പന്നമായിരുന്നു, ഒരു സന്തോഷമുള്ള ജീവിതമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ മെയിൻ റോഡിൽ തന്നെയാണ്. പക്ഷേ അന്ന് റോഡ് വീട്ടിലോട്ട് ഒരു വരമ്പ് പോലെ, അപ്പുറമൊക്കെ പാടമാണ്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോഴും വെള്ളപ്പൊക്കം വീഴും, മട വീഴും ഇങ്ങനെ ഈ റോഡിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നിടത്ത്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ചെറിയ മീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഒരു തോർത്തൊക്കെ കൊണ്ടുവന്ന് ഞാനും പിള്ളേരും കൂടെ ആ മീൻ പിടിക്കുക, പിന്നെ അതിൽ കിടന്ന് കുളിക്കുക. പിന്നെ ഈ വലിയൊരു കുളം ഉണ്ടായിരുന്നു. അപ്പം അച്ഛന് പണ്ട് ഏതോ മിലിറ്ററിയിൽ നിന്നെന്തോ ഒരു വലിയ ഒരു അക്ഷയപാത്രം പോലെ ഒരു കുന്തം വന്നു, ഒരു ചെമ്പ് പോലൊരു സാധനം എവിടെ നിന്നോ കിട്ടിയതാണ്. ഞാനും പിള്ളേരും കൂടെ പിള്ളേരെ അതിനകത്ത് കയറ്റി കുളത്തിൽ ഇങ്ങനെ കറങ്ങുവാണ് ആ പിള്ളേരുമായിട്ട്. അതൊക്കെ ഒരു രസകരമായ ഒരു ജീവിതമായിരുന്നു. അതെല്ലാം കുറച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ 7ലും 8ലും 9ലും ഒക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റേറ്റിൽ 2 പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. അങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പേപ്പറിൽ എന്തോ എൻ്റെ പേര് വന്നിട്ടാണ് KPSCയിൽ പാടാൻ. അന്ന് സുലോചന ചേച്ചി മാറിപ്പോയിരുന്നു. അപ്പോൾ പാട്ട് പാടാൻ ഒരാളെ വേണം. 10ാം ക്ലാസ് കഴിഞ്ഞു ഇല്ല, 10ാം ക്ലാസ്സിലാവുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരോട് റെക്കമെൻഡേഷനൊക്കെ ചെയ്തിട്ട് അമ്മയോട് വന്ന് പറഞ്ഞു. അന്ന് നമുക്കറിയത്തില്ല, ഈ നാടകമൊക്കെ എപ്പോഴോ കണ്ടു കാണും,
പക്ഷേ ഡെയിലി നാടകം ഉണ്ടെന്നുള്ള അറിയത്തില്ല. അപ്പോൾ ഒരുപാട് ഇല്ല. ഇപ്പം പിന്നെ കായംകുളത്താണ് അവരുടെ ഓഫീസ്. അതെ അതെ. ഞങ്ങൾ താമസിക്കുന്നത് ഹരിപ്പാട്ടാണ്. അപ്പോൾ എത്ര ദൂരമില്ലേ ഉള്ളൂ. അപ്പോൾ രാവിലെ സ്കൂളിൽ വന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ട് പാട്ടല്ലേ ഉള്ളൂ. അതെ അതെ. പക്ഷെ അവിടെ ചെന്നതിന് അങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് അവർ അവിടെ പാട്ട് പാടുന്ന അവിടെ ആ സമയത്ത് ആരായിരുന്നു പാട്ട് കേട്ടുകയൊക്കെ ചെയ്തത്, പാട്ട് പഠിക്കുകയൊക്കെ ചെയ്തത്? ഹാർമോണിസ്റ്റ് ജോൺസൺ മാഷ്. അപ്പം അന്ന് ഞങ്ങൾ താമസിക്കുന്ന പുരയിടമൊക്കെ ഒറ്റയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ സെക്രട്ടറി മറ്റേ പിന്നെ കേശവൻ പോറ്റി അദ്ദേഹം വന്നിട്ട് ആദ്യമായിട്ട് ഒരു 800 രൂപ അത് തിരിച്ചെടുക്കാൻ വേണ്ടി തന്നു. അതാണ് എൻ്റെ ആദ്യം കിട്ടുന്ന ശമ്പളം. അത് കഴിഞ്ഞ് അപ്പം അമ്മയ്ക്കൊരു സന്തോഷമായി. അപ്പം പിന്നെ ഡെയിലി നാടകം ഉണ്ടാവും എന്നുള്ളതിന് പറഞ്ഞില്ല. അതറിയത്തില്ല. ലൈവായിട്ട് തന്നെ പാടണല്ലേ? അതെ. അപ്പം പിന്നെ അവിടുന്ന് ഞാൻ എന്താ വെച്ചാൽ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ അവിടുന്ന് ഞാൻ സ്കൂളിൽ വന്നു. അപ്പം ഞാൻ SLC അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 മാസം 2 മാസമായിട്ട് അങ്ങനെ ഒന്നും പോയിക്കൊണ്ട് പിന്നെ നാടകം പിന്നെ അതെ ആ റിഹേഴ്സൽ നടത്തുന്നതിന് തോപ്പിൽ ഭാസി ചേട്ടനെ എനിക്കൊരു കഥാപാത്രം ഉണ്ടാക്കി. അതൊരു യുദ്ധകാണ്ഡം എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് വന്നിട്ട് ഒരു രാഷ്ട്രീയ ഒരു നാടകം, ഒരു അച്ഛൻ മോളെ തിരിച്ചറിയുന്നു സ്റ്റേജിൽ വെച്ച്, അങ്ങനെയൊക്കെയുള്ള എന്തോ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അഭിനയിക്കാൻ അത് സാരമില്ല, നിന്നെ ഞാൻ അഭിനയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ വേഷം യുദ്ധകാണ്ഡത്തിൽ അതെ അഭിനയിക്കാൻ തുടങ്ങി. 2 നാടകമായിരുന്നു KPSCക്ക്. ഒന്ന് ഇരുമ്പുമറ 2 കമ്പനി, യുദ്ധകാണ്ഡം, ഇരുമ്പുമറ. അപ്പം ആദ്യത്തെ നാടകത്തിൽ എന്നെ സ്റ്റേജിൽ കൊണ്ടുപോയി കയറ്റുന്നത് തിലകൻ ചേട്ടനാണ്. തിലകൻ ചേട്ടൻ ആ നാടകത്തിൽ മറ്റേ നാടകത്തിലുണ്ട്, ഇരുമ്പുമറ. ഈ കുട്ടിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അങ്ങനെ ഉടുക്കമൊക്കെ കൊട്ടി. അങ്ങനെ നാടകം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഡെയിലി നാടകമായി. എൻ്റെ സ്കൂൾ പഠിത്തം അവസാനിച്ചു. പക്ഷേ എനിക്കൊരു സന്തോഷമായിരുന്നു. എനിക്ക് വാനിലൊക്കെ ഇങ്ങനെ കയറി നടക്കായിരുന്നു. ഞാനൊന്നും അറിയണ്ട, വീട്ടിലായിരിക്കുമ്പോഴാണല്ലോ ഈ ദാരിദ്ര്യത്തിൻ്റെ പരിപാടിയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അന്ന് അടൂർ ഭവാനി ഉണ്ടായിരുന്നു, D ഫിലിപ്പ്, ഗോവിന്ദൻകുട്ടി, ആലുംമൂടൻ, KPSC ലളിത, ലീല ചേച്ചി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 10-14 വയസ്സ് ഉള്ള അതെ. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരുക്കുന്നതും കൊണ്ട് നടക്കുന്നു. ആദ്യം മേക്കപ്പ് ചെയ്തത് മേക്കപ്പ് ആദ്യം ഇട്ടത് തോപ്പിൽ ഭാസി. അതെ, ഗുരു എന്ന് പറഞ്ഞ സത്യം. അതെ തീർച്ചയായിട്ടും. പിന്നെ അതെ, നമുക്ക് അന്നത്തേക്ക് തോപ്പിൽ ഭാസി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഒരു വലിയ പിന്നെയാണ് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നത്. അങ്ങനെ വന്നു. വളരെ നല്ല അച്ചടക്കമുള്ള ഒരു സമിതിയായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അപ്പം എന്നെ എല്ലാവരും വളരെ കാര്യമായിട്ട് കൊണ്ടു നടക്കുമായിരുന്നു. ലളിത ചേച്ചി എന്നെ ഡ്രസ്സ് ചെയ്യിക്കുന്നതും അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെയും രസകരമായ സംഭവങ്ങളുണ്ട്, അവിടെയും പ്രേമങ്ങളൊക്കെ ഉണ്ട് പലർക്കും. അപ്പം അവരുടെയൊക്കെ ഒരു ഹംസമായിരുന്നു ഞാൻ. അപ്പം ഈ പിന്നെ അവതരണ ഗാനമൊക്കെ പാടുന്ന സമയത്തായിരിക്കും എന്നോട് പറയും, ഈ ലെറ്റർ നീ ഇന്നയാൾക്ക് കൊടുത്തേക്കണമെന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ട്. എന്നാലും ലളിത ചേച്ചിക്ക് ഒരു പിന്നെ പാട്ട് പാടുന്ന യശോദ, അവർക്കൊക്കെ ഒരു പ്രേമങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല രസമായിരുന്നു അത്. അപ്പോൾ ലെറ്റർ തരുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും, അവരെടുക്കും. ഞാനാകുമ്പോൾ സംശയിക്കുന്നില്ലല്ലോ. ഇങ്ങനെ കുറേ ലെറ്റർ കൊടുത്തപ്പോഴേ എനിക്കൊരു തോന്നൽ, ഒരെണ്ണം ഒന്ന് വായിച്ചാൽ അല്ല എന്താ വായതിൽ എഴുതിയിരിക്കുന്ന നമ്മൾ അറിയണമല്ലോ. അപ്പം ഞാൻ ഒരെണ്ണം വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് അതൊരു പിന്നെ പാട്ട് പാടുന്ന ഒരു യശോദ എന്നൊരു, പിന്നെ അതിൻ്റെ കൂടെ വയലിൻ വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള കുട്ടിയപ്പൻ എന്തോ പേര്. ഞാൻ വായിച്ചപ്പോൾ ഇതിലേക്ക് കല്യാണം കഴിക്കണം, ഗുരുവായൂരിൽ പോകണം, കുട്ടിക്ക് അവിടെ വെച്ച് ചോറ് കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തോ ഒരു ഭയങ്കര ആണല്ലോ ഇതൊക്കെ. ഈ ലെറ്റർ കൊടുക്കുന്നവരൊക്കെ എനിക്ക് ഈ വല്ലതൊക്കെ വാങ്ങിച്ചു തരും, മുട്ടായി അതും ഇതൊക്കെ വാങ്ങിച്ചു തരും. പിന്നെ ഒരു ദിവസം ഇതുപോലെ പിന്നെ നമ്മുടെ സെക്രട്ടറി കേശവൻ പോറ്റി അദ്ദേഹം ഈ ലെറ്റർ പിടിച്ചു. അതോടുകൂടി ലെറ്റർ കൊടുക്കുന്ന നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഈ ജനറൽ ബോഡി കൊടുത്ത പോലെ ഒരു മീറ്റിംഗ് കൂട്ടി അത് വലിയ ചർച്ചയായി. പിന്നെ അതോടെ എല്ലാവരുടെയും പ്രേമമൊക്കെ അങ്ങ് നിന്നു. ഞാനൊരു 2-2.5 അത്ര വർഷം ഉള്ളായിരുന്നു. ആ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നത് അല്ലേ? അതെ. നേരത്തെ ചേച്ചി പറഞ്ഞു അച്ഛന്റെ സഹോദരിയായിരുന്നു കുമാരി തങ്കം. കാലത്ത് ഒരു 60കളിലേക്ക് ഒരു നായിക, മുടൽമഞ്ഞ് പോലുള്ള സിനിമകളിൽ, മറ്റേ ലോകനീതി, കിടപ്പാടം. അപ്പൊ അങ്ങനെ അന്നത്തെ നായിക നസീർ സാറിന്റെ നായിക.
അപ്പോ അവിടെ ചേച്ചി അങ്ങോട്ട് പോവുകയായിരുന്നു, വിളിച്ചിട്ട് പോവാണോ ചെയ്തത് അതോ? വിളിച്ചിട്ട് പോയതാ. ചേച്ചി വിളിച്ചിട്ട് പോയി, അതായത് പേര് തന്നെ ചേച്ചി അവരെന്നെ വിളിച്ചു. ഒരു ലെറ്റർ വന്നു KPSC ഇങ്ങനെ അവരുടെ ഓറിയന്റൽ മൂവീസ് അപ്പം ഇങ്ങനെ. അപ്പം അവരെ ഞാൻ കണ്ടിട്ട് ഒരു 10 വർഷമായി കാണും. ചെറുപ്പത്തിൽ കണ്ടതാ, ആ ഒരു നഴ്സറി ആ ഒരു സമയത്ത് കണ്ടതാ, ആ പേരിട്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇവരെങ്ങനെ അറിഞ്ഞു ഞാനിതിൽ അഭിനയിക്കുന്നു, നടിയായി എന്നൊക്കെ അറിഞ്ഞപ്പം അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുക. എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ പോയതിനു ശേഷമാണോ തീരുമാനിച്ചത്? അതിന് മുമ്പേ? അല്ല, മുമ്പേ തന്നെ ഇല്ല. അപ്പം അമ്മ പറഞ്ഞു, ഇത് ഏതായാലും നമ്മുടെ ബന്ധുവല്ലേ, നമുക്ക് ഇപ്പോൾ ഉമ്മണിത്തങ്ക, വെലുത്തമ്പി തലവ എന്നൊക്കെയുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു. ചെന്നൈ പോകാമെന്ന് പറഞ്ഞ് അമ്മ, ഞാൻ പറഞ്ഞു വേണ്ട അമ്മ പോകണ്ട, ഒന്നാമത് ഈ സമിതി ഒരു വിടത്തുമില്ല, അല്ല അത് നമുക്ക് അറിയിക്കണ്ട, നമ്മൾ അറിയിക്കാതെ അങ്ങ് പോവാം. അപ്പോൾ ഒരു 5-6 ദിവസത്തെ പിന്നെ ഒരു ഗ്യാപ്പ് വന്നപ്പം എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മ തീരുമാനിച്ച്, അമ്മയാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. മദ്രാസ്. അതെ, അങ്ങനെയാണ് സിനിമയിലോട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ട്രെയിനിലൊക്കെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതായിരിക്കും ഇനിയിപ്പോൾ ജീവിതം. അപ്പോൾ പിന്നെ പ്രേം നസീറിൻ്റെ ഒക്കെ നമ്മൾ സ്വപ്നം കാണുന്നു, പ്രേം നസീറിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും. അങ്ങനെ അവിടെ ചെന്നു, ഒരു വീട്ടിൽ താമസിച്ചു. ഇങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ വിരുദ്ധന് ശംഖു എന്നൊരു സിനിമയാണ്, കോമഡിയാണെന്നൊക്കെ, തമാശ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഇപ്പോഴും ഇവർ പറയുന്നില്ല ആര് നായകൻ, അത് പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം ഒരാളവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പച്ചി ആരാ നായകൻ? അപ്പോൾ എന്നെ ആരും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അതായിരിക്കുന്ന ആ നായകൻ. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ മുറുക്കി ചുവപ്പിച്ച് തുപ്പി കേട്ടിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നൊരു മുണ്ട് ഇതൊക്കെ എടുത്ത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ? ഞാൻ വെച്ചു ഇങ്ങനെയാണോ നായകൻ? അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അപ്പച്ചി ഇവർക്ക് ഒത്തിരി പ്രായം. ഞാൻ പറയുക ഇത് എനിക്കൊരു 10-17 വയസ്സല്ലേ ഉണ്ട്, ഇതെന്തോ ഇത് ഇങ്ങനെ ഇവിടെയാണോ അഭിനയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എനിക്ക് ആകെ പ്രശ്നം അറിഞ്ഞു. ഞാൻ ചുരുക്കം പറഞ്ഞാൽ അഭിനയിച്ചില്ല. ഇത് ഒന്നാമത് കോമഡി, പിന്നെ എനിക്ക് കോമഡി വരത്തില്ല. നാട്ടുപുറത്ത് എനിക്ക് എന്തോന്ന് കോമഡി വരാൻ എനിക്കറിയാനേ വയ്യ. അങ്ങനെ ഞാൻ ഒടുക്കം പിന്നെ അവരോട് പറഞ്ഞ് ഞാൻ അഭിനയിക്കത്തിരുന്നു. അപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു ദേഷ്യമായിപ്പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ നമുക്ക് തിരിച്ചു പൊക്കളയാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അല്ല അവിടെ ഈ പറഞ്ഞ മുറുകാമലിക്ക് ഇരിക്കുന്ന ആളിനെ പറഞ്ഞില്ല ആരാണെന്ന്, പ്രേക്ഷകരോട് പറഞ്ഞില്ല. അതാണ് അടൂർ ഭാസി. ആ ബിരുദ ശംഖുവിൽ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറും കൂടാണ്. അതെ, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അതെ, കാരണം നമുക്കൊരു സങ്കല്പിക്കാൻ വയ്യ. ഞാനാലോചിക്കുക അന്ന് ഇങ്ങനൊരു 10-40 വയസ്സുണ്ടല്ലോ, ഈശ്വര ഇതാണോ ആലോചിച്ചു പോയി. അപ്പം അങ്ങനെ അവിടെ താമസിച്ചിരിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സും ആരെങ്കിലും ഇവരെ കാണാൻ പോകുമ്പം PA തോമസ് അവിടെ കാണാൻ വന്നിരുന്നു. ഇവരെന്തിനോ കാണാൻ വന്നപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ സിനിമകളിൽ ഒരു വേഷമുണ്ട്, സത്യൻ സാറിൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ വിടുമെന്ന് ചോദിച്ചപ്പോൾ അതെനിക്കൊരു സന്തോഷമായി. ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ്. അങ്ങനെ സത്യൻ സാറിൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു, ആശാചക്രം. അപ്പോൾ എനിക്ക് ഈ മദ്രാസിൽ വന്നപ്പം ഈ ആർട്ടിസ്റ്റുകളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഷീല അമ്മയോ നസീർ സാറിനെയൊക്കെ കാണാമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു പക്ഷേ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുന്നിടത്ത്. അപ്പം അത് വന്നിട്ട് പിന്നെ അസോസിയേറ്റ് വാസ് സാറിൻ്റെ പടമായിരുന്നു, ഭാര്യമാർ സൂക്ഷിക്കുക. അത് നടക്കുന്നുണ്ട്, നിന്നെ അവിടെ വിടാമെന്ന് പറഞ്ഞു. എന്നെ അങ്ങോട്ട് വിട്ടു. ഞാൻ അവിടെ ചെന്ന് ഷൂട്ടിംഗ് കണ്ടപ്പം പിന്നെ സേതുമാധവൻ സാറാണ് ഡയറക്ടർ. അപ്പം ഒരു കാര്യം ചെയ്യാം, ഒന്ന് മേക്കപ്പ് ടെസ്റ്റ് എടുക്കാം നമുക്ക്. അതുവരെ മേക്കപ്പ് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ചന്ദ്രിക അഭിനയിക്കാൻ വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു നടനെ കാണാണ് പോയെങ്കിലും പുള്ളി പറയുന്നു, എന്നോട് ചോദിച്ചു മേക്കപ്പ് ടെസ്റ്റ് വല്ലതും എടുത്തിട്ടുണ്ട്, നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാട്ട് എടുത്തുകൊണ്ടിരിക്കുക, ചന്ദ്രികയിൽ എലിയുന്നു ചന്ദ്രകാന്തം. അപ്പം ആ പാട്ട് സീനിൽ എന്നെ കൊണ്ടിരുത്തി മേക്കപ്പ് ടെസ്റ്റ് വെച്ച് ഞാൻ ഈ പാട്ടിൽ ഇങ്ങനെ 2 ഷോട്ടുണ്ട് അതിൽ. ഉണ്ട്, ഞാൻ ആ പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ അതില് എന്റെ ക്ലോസപ്പ് ഉണ്ട്. അപ്പൊ ഒരാൾ പിടിച്ചിരുത്തുന്നു. അങ്ങനെയാണ് നസീർ സാറിനെ ഷീലാമ്മയുടെ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളവരെ സ്ക്രീനിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആദ്യം കാണുന്ന നടൻ നസീർ, അടൂർ ഭാസി കഴിഞ്ഞ നസീർ സാറും ഷീലാമ്മയാണ്. ചന്ദ്രികയിൽ അലിയുന്നു, ഭാര്യമാരെ സൂക്ഷിക്കുക. അതെ, ഭാര്യമാരെ സൂക്ഷിക്കുക. ഹൈദരാബാദാണ് ഷൂട്ടിംഗ് അതല്ലേ? അല്ലല്ല, അത് ചെന്നൈ ആശാചക്രമാണ് ഹൈദരാബാദ് പോയത്. അത് പിന്നെ ഹൈദരാബാദ് പോകുന്നതിന് മുമ്പേ ആയിരുന്നു ഇവിടെ. അപ്പൊ ആദ്യ സിനിമ ഭാര്യമാരെ സൂക്ഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഹൈദരാബാദിൽ പോയി അവിടെ തെക്കുറിച്ചേട്ടനും ശങ്കരാടി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് അവിടെ വെച്ചാണ് മറ്റേ സത്യം സാറിനെ കാണുന്നത്. നേരത്തെ പറഞ്ഞു അച്ഛൻ്റെ സഹോദരിയാണ് അതെ, കുമാരി തങ്കം. അതെ. ഒരു ബന്ധുത്വം നോക്കിയാൽ എനിക്ക് തോന്നുന്നു ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, അതായത് തിരുവിതാംകൂർ സഹോദരിമാരുണ്ട്, രാഗിണി, ലളിത, പത്മിനി. അതെ, അവരുമായിട്ടൊരു ബന്ധുത്വം. അവരുടെ വല്യമ്മയുടെ മകനാണ് കല്യാണം കഴിച്ചിരുന്ന പി കെ സത്യപാൽ. അതെ, അതായത് അവരുടെ സഹോദരനാണ് പി കെ സത്യപാൽ. അദ്ദേഹത്തിനെയാണ് കുമാരി തങ്കം കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ നിലയിൽ നോക്കിയാൽ ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ബന്ധുക്കളാണ് അല്ലേ? അതെ, ശോഭന, സുകുമാരി അമ്മ, ഇവൻ വിനീത് ഒക്കെ ആ ബന്ധുത്വ പരമ്പരയിൽ വരും അല്ലേ? എങ്ങനെയാണ് എന്തെങ്കിലും അത്തരം ബന്ധുത്വ അങ്ങനെ ചേച്ചിയോട്ടൊക്കെ വലിയ സൗഹൃദമായിരുന്നു? ഞാൻ ശോഭനയൊന്നും കണ്ടില്ല, പക്ഷെ ഞാൻ സുകുമാരിയമ്മയായിട്ട് വലിയ ക്ലോസ് ആയിരുന്നു. സുകുമാരിയമ്മയ്ക്ക് അറിയാം, കാര്യമൊക്കെ അറിയാം. പിന്നെ സുകുമാരിയമ്മ ഞാൻ അവിടെ പിന്നെ താമസിക്കുമ്പോഴേ വന്നിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പച്ചിയുടെ വീട്ടിൽ. പിന്നെ പപ്പിയമ്മ ഞാൻ എവിടെയോ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ അവരുമായിട്ടൊന്നും അത്ര ഇത് പോയിട്ടില്ല. ഇല്ല. പറഞ്ഞാൽ നമുക്ക് ബന്ധുത്വം ഒരു കണ്ണിയാണല്ലോ, പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയാണെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിലും പറയാം. ഈ വിനീതിനൊക്കെ അറിയാവോ? അറിയില്ല. ആശാചക്രമാണ് ആദ്യത്തെ ഒരു വലിയ സിനിമ, അതായത് സത്യം മാഷിന്റെ മകളുടെ വേഷം. ഈ നോക്കണം, ആലോചിക്കണം. പിന്നെ അന്നത്തെയും എന്നത്തെയും മലയാള സിനിമയിലെ നമ്മുടെ ഏറ്റവും വലിയ നായക സങ്കല്പങ്ങളിലെ ഒരു രൂപമാണ് സത്യം മാഷ്. അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിക്കാനാണ് ഭാഗ്യം ഉണ്ടാകുന്നത് അല്ലേ? അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. സത്യമാണ്. എന്തായിരുന്നു അദ്ദേഹത്തെ ആദ്യം വന്ന് കാണുന്ന ഓർമ്മയുണ്ട്? അല്ല, എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും പോയി സംസാരിക്കാൻ. അപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു റിസർവ്ഡ് ടൈപ്പ് ആണെന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും ആദ്യത്തെ ഇതാണെന്ന കാര്യം, പിന്നെ ഈ അപ്പച്ചിയുടെ ഒരു ബന്ധുത്വം ഒക്കെ വെച്ചുകൊണ്ട് വളരെ ഇതായിട്ടാണ് എന്നോട് സംസാരിച്ച് ഈ ഡയലോഗ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു തന്നു. അതിൽ ഉഷാകുമാരി ആയിരുന്നു നായിക. ഉഷാകുമാരി ഞാൻ ആദ്യത്തെ ഭാര്യയുടെ മകളാണ്. അദ്ദേഹം ആ ഭാര്യ മരിച്ചു പോകുന്നു, അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ അത് റിലീസായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കോമഡി ഞാൻ അധികം ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 74 മറ്റോ അത് റിലീസായത് ആശാചക്രം. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ യക്ഷിയോട് അഭിനയിച്ചിട്ടുണ്ട്, മൂലധനത്തിൽ അഭിനയിച്ചു. അതെ. ഞാൻ കാട്ടു തുളസി എന്നൊക്കെ ഉള്ള പടങ്ങളാണ് അദ്ദേഹത്തിന് കണ്ടിരിക്കുന്നത്. ഈ മാടത്തരുവിന്ന് എന്തോ ഒരു പടം, അതെ ഒരു. പക്ഷെ അന്നേ ഒരു ആരാധനയുണ്ട് നമുക്ക്, പിന്നെ നസീർ സാറിനോടായാലും ഇദ്ദേഹത്തിനോടായാലും. സത്യം മാഷുമായിട്ടുള്ളൊരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കോർട്ടിസ്റ്റ് ആണല്ലോ. എന്തായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം? അല്ലെങ്കിൽ അദ്ദേഹം ഒരു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ പോലെ ആയിരുന്നു. നമുക്ക് ഇങ്ങനെ പറയണം, എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം, ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. പേടിക്കണ്ട, ആദ്യമൊക്കെ ഡയലോഗ് പറയുമ്പോൾ തെറ്റിപ്പോവും, അത് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. പിന്നെ പി എ തോമസും അദ്ദേഹം നല്ല ഡയറക്ടറായിരുന്നു. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ 2 സിനിമകൾ വീണ്ടും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹം അസുഖമൊക്കെ വന്ന് പിന്നെ മരിച്ചു പോയല്ലോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നത്, അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ലല്ലോ, ഒന്ന് ഹോസ്പിറ്റലൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായിരുന്നു. ആ ഒരു സിനിമ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, സിനിമ വേണ്ട, നമുക്ക് തിരിച്ചു പോകാം അമ്മേ, നമുക്ക് തിരിച്ചു പോകാം, എനിക്ക് വയ്യ ചുമ്മാ വെറുതെ. അപ്പോഴാണ് എം കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു പടം വരുന്നത്, പഠിച്ച കള്ളൻ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പം ഡയറക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് ഭയങ്കര ഡയറക്ടറാണ്, എംജിആറിൻ്റെ പടമൊക്കെ ഭയങ്കര ഇതിലിരിക്കുന്ന ഡയറക്ടർ ആവും. അപ്പം നമുക്ക് അത്ര വില നമുക്ക് അറിയാൻ വയ്യ. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, അയ്യോ കൃഷ്ണൻ നായർ സാറിൻ്റെ പടത്തിൽ വിളിച്ചോ, അത് അഭിനയിക്കണം കേട്ടോ എന്നൊക്കെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ അടൂർ ഭാസ്കർ കൂടെ. ഞാനില്ല തുടക്കം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ സെറ്റിലൊന്ന് ഷൂട്ടിങ് കാണാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ നിവർത്തിയില്ല എന്നേ പോയി കാണാം എന്ന് പറഞ്ഞപ്പോൾ നസീർ സാറ് പിന്നെ ബാംഗ്ലൂർ ഭാരതി അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പം എൻ്റെ പോർഷൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ബാസ്ചേട്ടനോടിരിപ്പുണ്ട്. അപ്പം എന്നോട് ഡയറക്ടർ ഞങ്ങൾ സംസാരിച്ചു, ഇതിലൊരു നല്ല വേഷം, തിരുടാതെ എന്നുള്ള പടത്തിൻ്റെ റീമേക്കാണ്. അതിൽ തങ്കവേലു എം സരോജൻ ചെയ്ത വേഷമാണ്. എം സരോജനോടാണ് അഭിനയിക്കുന്നത്, തങ്കവേലു അടൂർ ഭാസിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഭാസിയുടെ അപ്പുറത്തിരിപ്പുണ്ട്. ഇതിൽ 2 പാട്ടുണ്ട്, ഒട്ടഞ്ച് ഡാൻസ്. അയ്യോ സാർ ഡാൻസ് ഒന്നും എനിക്ക് അതൊക്കെ നമുക്ക് റിഹേഴ്സൽ ചെയ്ത് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് അഭിനയിക്കേണ്ടത് സാറേ, എനിക്ക് കോമഡി ഒന്നും വരത്തില്ല, ഈ കൗണ്ടർ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞു. എനിക്കൊന്നും അറിയാൻ വയ്യ, അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇപ്പം ഒരു നല്ല സമയമായത്. കാരണം
മലയാള സിനിമയിൽ ഇപ്പോൾ കോമഡി അഭിനയിക്കാൻ പെണ്ണുങ്ങളില്ല, ഉള്ളത് തന്നെ ഒത്തിരി പ്രായമായി. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു നല്ലൊരു സമയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, കേക്ക്. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാം ഒരുപാട് പടങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ പടത്തിൽ തന്നെ അഭിനയിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു സാർ അങ്ങോട്ട് നോക്കിക്കേ, മുറുക്കിയൊക്കെ എന്തോ സാർ ഞാൻ പറഞ്ഞു. അപ്പം അന്ന് നമുക്കൊരു എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. നമ്മൾ കാര്യമൊക്കെ തുറന്ന് പറയുക, സാർ അങ്ങേർക്ക് ഇപ്പോൾ തന്നെ നല്ല പ്രായമുണ്ട്, എനിക്ക് ഇത്രയേ വയസ്സുള്ളൂ, എൻ്റെ സ്വപ്നമൊക്കെ പ്രേം നസീറോ മധുസാറോ ഒക്കെയാണ്, ഇതെന്താണ് സാർ ഇത് കണ്ടില്ലേ, ഒന്നാമത് കോമഡിയും വരത്തില്ല, ഇതെന്തൊരു ഇരിപ്പോൾ അത് കണ്ടോ, ഇങ്ങേറെ കൂടാണ്. പുള്ളി പറഞ്ഞു ഇത് ഈ രൂപമൊന്നും കാര്യമാക്കണ്ട, മേക്കപ്പിലാക്കാതെ മാറ്റി. അപ്പോൾ എനിക്ക് അത്ഭുതം, മേക്കപ്പിൽ മാറ്റാൻ പറ്റുമോ? മേക്കപ്പിൽ അതൊക്കെ നമ്മൾക്ക് കാര്യമായിട്ട് മാറ്റി ഞാൻ കുട്ടപ്പനാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയുക ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര തിരക്കായി, പിന്നെ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പോകാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അമ്മയെ അവിടെ നിന്ന് കണ്ണ് കാണിച്ചു. സമ്മതിച്ചേക്കാൻ ഓക്കെ. അങ്ങനെ അതിൽ സമ്മതിച്ചു. ഷൂട്ട് തുടങ്ങി. ഒരു പാട്ടാണ്.